ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് ഞാൻ കണക്കാക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ന്യൂസ് ചാനലുകളിലും അല്ലാതെയും ഒക്കെ യുദ്ധത്തിന് വേണ്ടി അലമുറയിട്ട് കരയുന്ന ഒരുപാട് കമന്റ് തൊഴിലാളികളെ കാണാനിടയുണ്ടായി. അതുപോലെ തന്നെ പലരും പറയുന്നു, സംസാരങ്ങൾക്കിടയിൽ, ചായക്കടകളിലെ ചർച്ചകൾക്കിടയിൽ, പത്രം വായിച്ചിട്ട് വീടുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സഹപാഠികൾ തമ്മിൽ, ഫ്രണ്ട്സുകൾ തമ്മിൽ എന്തായാലും യുദ്ധം വേണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തുറന്ന പോരിലൂടെ നമുക്ക് പാകിസ്ഥാനെ മുഴുവനായിട്ട് പിടിച്ചെടുക്കാം, ഇത്തവണ ഈ സാഹചര്യം വിട്ടുകളയരുത് എന്നൊക്കെ ഒരുപാട് കാര്യം. അപ്പോൾ ഒരു തരത്തിൽ നമ്മുടെ വികാരം, ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന വികാരം തന്നെയാണ് ഒരു യുദ്ധം വേണമെന്നും തിരിച്ചടി നൽകണമെന്നും ശക്തമായിട്ട് നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. എന്തായാലും സാധാരണക്കാർക്ക് യാതൊരുവിധ തരത്തിലുള്ള ജീവഹാനിയും ഇല്ലാതെ തുടക്കം എന്ന നിലയിൽ നമ്മൾ അവിടെ, അതായത് അതിർത്തി കടന്ന് സൈനികർ പോയില്ല എങ്കിലും ഇവിടെ നിന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പോർ വിമാനങ്ങൾ വഴി അവരുടെ ഭീകര താവളങ്ങളെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനിയൊരു തുറന്ന യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആർക്കാണ് നഷ്ടം? അവസാനം എപ്രകാരം എത്തിത്തീരും? നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ, കേരളത്തിലാണ്, നമ്മൾ ഇങ്ങാണ്, കാശ്മീർ അങ്ങാണ്, നമ്മളൊക്കെ ഭയങ്കര സേഫാണ് എന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചില ഞെട്ടിക്കുന്ന വസ്തുതകൾ അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ, അതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തേത്, 1971-ലും 1999-ലുമൊക്കെ യുദ്ധമുണ്ടായപ്പോൾ ഞാൻ ഒരുപാട് ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഉൾപ്പെടെ അതീവ ജാഗ്രതയും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യം, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള മതേതര സോഷ്യലിസ്റ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യം, കൃത്യമായിട്ടുള്ള റിപ്പബ്ലിക് ഫെഡറലിസം ഉള്ള ഒരു രാജ്യം ഇപ്പോഴിതാ അത്തരമൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് വരുന്ന വാർത്തകളനുസരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് അവിടുത്തെ മന്ത്രിസഭ അംഗീകാരം കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന ഒരു തുറന്ന യുദ്ധത്തിന്, അതായത് ഒരു തിരിച്ചടിക്ക്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നിന്നും പിന്നീട് തിരിച്ചടികൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നു, മോക്ക് ഡ്രില്ലുകൾക്ക് എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങളിലും, കേരളത്തിൽ തന്നെ 126 കേന്ദ്രങ്ങളിലും ഈ പരിശീലനം കൊടുക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിന് മുമ്പ് കാണുന്ന ഒരു അവസ്ഥയായിരിക്കില്ല ഒരു പക്ഷേ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളിലാകെ പരക്കുന്ന ആ ഒരു ഭീതിയും. നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിലകൊള്ളുന്ന രാജ്യത്തിലെ തന്നെ നമ്മുടെ സർവ്വ സൈന്യവും സജ്ജമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരമൊരു ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ ഓപ്പോണൻ്റ് ഉള്ളത്, അതായത് എതിരാളിയായിട്ടുള്ളത്, ആഗോള ഭീകരതയ്ക്ക് വളമിടുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രമാണ്. അപ്പോൾ അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവരുടെ ആ ഒരു ഭരണഘടന അല്ലെങ്കിൽ അവിടുത്തെ ഭരണം എന്ന് പറയുന്നത്, സൈന്യം എന്ന് പറയുന്നു അതിനനുസരിച്ച് ചലിക്കുന്ന വെറും പാവകൾ മാത്രമാണ് ഈ പ്രതിരോധ വകുപ്പ് മന്ത്രിയും അവിടുത്തെ ഷെരീഫ് പ്രധാനമന്ത്രിയും ഒക്കെ. അപ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവിടെ നഷ്ടപ്പെട്ടാൽ അവർക്ക് പോകുന്ന ഭീകരനാണ്. അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ വിലയ്ക്കൊന്നും അവർ വലിയ വില പോലും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് മുന്നും പിന്നും നോക്കാതെ അവർക്ക് യുദ്ധത്തിലേക്ക് കടന്നു വരാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ നമ്മുടെ രാജ്യം അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ടുള്ള കാൽക്കുലേറ്റിന്റെ കൂടി ഇപ്പൊ തന്നെ നമുക്കറിയാം, 15 ദിവസങ്ങൾ എല്ലാ പ്രതിരോധവും, അതായത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ സ്ഥലത്തും വ്യക്തമായിട്ടുള്ള സേനാവിന്യാസങ്ങൾ നടത്തി, അറബിക്കടലിലെ സബ്മറൈനുകൾ നമ്മൾ സ്ഥാപിച്ചു. അത്തരത്തിൽ മുന്നൊരുക്കങ്ങളോടുകൂടി പിന്നീട് അവരുടെ സാധാരണക്കാർക്ക് ജീവഹാനി ഇല്ലാത്ത തരത്തിൽ 73 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറാണ്. അതും ഭീകരരെ മാത്രം വധിക്കുന്ന തരത്തിൽ പ്ലാനിട്ട ഒരു ഓപ്പറേഷനാണ്. പക്ഷേ പാകിസ്ഥാന് അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ പഹൽഗാമിൽ സാധാരണക്കാരായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ആൾക്കാരെയാണ് അവർ മതത്തിന്റെ പേരിൽ വെച്ച് വിഭിന്നമായിട്ട് വെടിവെച്ചു വന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം വേണമെന്ന്, അല്ലെങ്കിൽ തിരിച്ചടിക്കട്ടെ, നമുക്ക് ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട് ആസ്വദിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരിക്കലും നമ്മുടെ മനസ്സാ വാച കർമ്മണ നമ്മുടെ രാജ്യം അത്തരം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും നമ്മുടെ ശ്രമങ്ങളും ഒക്കെ. എന്തായാലും വ്യക്തമായിട്ടുള്ള തിരിച്ചടികൾ നമ്മൾ കൊടുക്കുക തന്നെ വേണം. പക്ഷെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്ഥിതിഗതികളെല്ലാം മാറും, വഷളാകും. അതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള ഒരുപാട്, ആ വശത്തും ഈ വശത്തും രണ്ടുപേരുടെയും ജീവൻ തന്നെയാണ്. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ തന്നെ ഒരു പക്ഷത്തുമില്ലാത്ത, മതം കൊണ്ട് കളിക്കാത്ത, ഭീകരം കൊണ്ട് കളിക്കാത്ത, ഭീകരത വളർത്താത്ത നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേർ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും നഷ്ടമായേക്കാം. ഇതെല്ലാം കാക്കുന്നത് നമ്മുടെ സ്വന്തം സൈനികരാണ്. അവരുടെ ഫാമിലി അനുഭവിക്കുന്ന ആ ഒരു മനോവിഷമം നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നമുക്കിപ്പോൾ നീതി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സിന്ദൂരം നെറ്റിയിൽ നിന്ന് മാഞ്ഞ് സഹോദരിമാരെ ചേർത്ത് പിടിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ തന്നെ ആദ്യഘട്ടത്തിൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്.
കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ശ്രമങ്ങളും ഒക്കെ ഒരു യുദ്ധരഹിതമായിട്ടുള്ള ഈ ഒരു സംഘർഷം കൃത്യമായിട്ട് ഭീകരർക്കെതിരെ തിരിച്ചടി കൊടുക്കുന്ന തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാനാകണം. പക്ഷേ അത് തുറന്ന യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട്, ചില കമന്റുകൾ എന്ന് പറയുന്നുണ്ട്, നമുക്ക് 2-3 ദിവസം മുമ്പ് പാകിസ്ഥാനെയൊക്കെ അടിച്ചൊതുക്കി പാകിസ്ഥാൻ മുഴുവനായിട്ട് നമുക്ക് ഓക്യുപ്പൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ പറഞ്ഞാണ് ലോകശക്തിയായിട്ടുള്ള അമേരിക്ക പോലും വിയറ്റ്നാമിലേക്ക് കടന്നു വന്നത്. പക്ഷെ ആ യുദ്ധം നീണ്ടുപോയത് 1 വർഷവും കഴിഞ്ഞ് 2 വർഷത്തിലധികമാണ്. ഇപ്പോഴും റഷ്യ പോലുള്ള രാജ്യത്തിന് ഉക്രൈനെ മുഴുവനായിട്ട് പിടിച്ചടക്കാൻ പറ്റിയിട്ടില്ല. 3 വർഷമായിട്ട് അവിടെ യുദ്ധം അരങ്ങേറുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ നടന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. പക്ഷെ നഷ്ടപ്പെടുന്നത് അതിലേറെ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ജാഗ്രതയാണ്, ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് വേണ്ടിയുള്ള പിന്തുണയാണ്. ആ യുദ്ധത്തിന് വേണ്ടിയുള്ള അലമുറയിടൽ നമ്മൾ നിർത്തേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. തൽക്കാലം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.